വണക്കം. അപ്പോൾ സംശയം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. ഷറഫുദ്ദീൻ്റെ സിനിമയാണ്, വിനയ് ഫോർട്ടിൻ്റെ സിനിമയാണ്, ലിജോ മോളുടെ സിനിമയാണ്. ഇവർ 3 പേരാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ. പിന്നെ മറ്റേ നരിവേട്ട സിനിമയിലെ നടിയും ഉണ്ട് ഇതിനകത്ത് ക്യാരക്ടറായിട്ട്. അപ്പം ഇവർ 4 പേരുമാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ക്യാരക്ടറും. മറ്റു ക്യാരക്ടറിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ വിനയ് ഫോർട്ടിൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു വ്യക്തിക്കൊരു അത്യാവശ്യം കുറച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ട്. അപ്പം ആദ്യം തന്നെ പറയാം, ഈ അടുത്തിടയ്ക്ക് ഒരു തമിഴ് സിനിമ ഇറങ്ങിയായിരുന്നു, അതർവേയുടെ സിനിമ. അതായത് DNA എന്ന് പറഞ്ഞ് ഒരു ആശുപത്രി വെച്ച് കൊച്ചുങ്ങൾ മാറിപ്പോകുന്ന, അതായത് മാറിപ്പോകുന്നതല്ല മാറ്റിയെടുക്കുന്ന ഒരു സിനിമയായിരുന്നു DNA എന്ന് പറഞ്ഞ്. അപ്പോൾ ആ സിനിമ എടുത്തു വെച്ചേക്കുന്ന അതേ ത്രെഡ് അല്ലെങ്കിൽ അതേ തീം ഒരു കോമഡി രൂപത്തിൽ അല്ലെങ്കിൽ ഒരു 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 ഡാർക്ക് ഹ്യൂമർ ടൈപ്പിൽ എങ്ങനെ എടുത്താൽ എങ്ങനെ ഇരിക്കും, ഇങ്ങനെ എടുത്താൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ സിനിമ സംശയം എന്ന് പറയുന്ന സിനിമ. അപ്പം വിനയ് ഫോർട്ട് ഇന്ത്യൻ കോഫി ഹൗസ് നിങ്ങളൊക്കെ കണ്ടു കാണും. ഞാൻ ഒരു തവണ കയറിയിട്ടുണ്ട്, ഒരു 2 കൊല്ലം മുമ്പ് കയറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നമ്മുടെ തമ്പാനൂർ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടൊരു ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. അടിപൊളി ബിരിയാണിയാണ് അവിടുത്തെ, ചിക്കൻ ബിരിയാണി. ഞാൻ അവിടെ കയറി ചിക്കൻ ബിരിയാണി കഴിച്ചാണ്, സൂപ്പർ ബിരിയാണിയാണ്. അപ്പം അതിൻ്റെ ഒരു അതായത് ഒരു കണ്ടിട്ടുണ്ടോ? അത് തിരുവനന്തപുരത്ത് ഉള്ള ആൾക്കാർക്ക്, എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ തിരുവനന്തപുരത്തുള്ളവർക്കുണ്ടെങ്കിൽ മനസ്സിലാവും. ആ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു വട്ടത്തിൽ ഇങ്ങനെ കയറി നമ്മൾ മണ്ടയിലോട്ട് പോയി. അതൊരു പ്രത്യേക ഒരു രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആണത്. അപ്പം ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്ന വിനയ് ഫോർട്ട് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അവരുടെ കല്യാണം കഴിയുകയാണ്. അപ്പോൾ ലിജോ മോളുമായിട്ട് ഒരു വൈകിയാണ് ഇവർക്കൊരു കൊച്ചുണ്ടാകുന്നത്. കൊച്ചുണ്ടായി കഴിയുമ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് ലിജോ മോൾക്ക്, കുറച്ച് ദിവസമല്ല, കൊച്ചൊരു ഒരു വയസ്സ് 2 വയസ്സൊക്കെ ആയപ്പോഴത്തേന് ലിജോ മോൾക്കൊരു സംശയം, ഇത് നമ്മുടെ കൊച്ചാണോ എന്നൊരു സംശയം വിനയ് ഫോർട്ടിനോട് ചോദിക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമ. അതിനുശേഷം ഈ സിനിമ എങ്ങനെ പോകുന്നു, അവസാനം അത് സ്വന്തം കുഞ്ഞാണോ, അത് യഥാർത്ഥ കുഞ്ഞിനെ കണ്ടെത്തുമോ എന്നൊക്കെയാണ് ഈ സിനിമയുടെ മെയിൻ ത്രെഡ്. നല്ല രസമാണ് കണ്ടിരിക്കാൻ. അപ്പോൾ ഈ ഷറഫുദ്ദീനും ഉള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, അത് ചെയ്തു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. ഈ സിനിമ കാണാത്തവർ കാണും, അപ്പം അത് സ്പോയിലറായി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം അതിനുശേഷം വിനയ് ഫോർട്ട് ഇങ്ങനെ അന്വേഷിച്ച് ഇറങ്ങുമ്പം പലരോടും കണ്ടുമുട്ടി അവസാനം ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കിടിലം ഒരു കുഞ്ഞ് മനോഹരമായിട്ടുള്ളൊരു ട്വിസ്റ്റൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ അത് കണ്ട് തന്നെ മനസ്സിലാക്കണം നിങ്ങൾ. പിന്നെ നമ്മുടെ ഇന്നാത്താൻ കേസ് കൊടു എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നിന്ന് ഫേമസ് ആയൊരു വ്യക്തി ഉണ്ടല്ലോ, മറ്റേ ജഡ്ജായിട്ട് വന്നേ പുള്ളി ഈ സിനിമയിലുണ്ട്. വിനയ് ഫോർട്ടിൻ്റെ അച്ഛനായിട്ടാണ് പുള്ളി. ഇതിനകത്ത് ഒരു രസമുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ സംസാരം തന്നെ ഒരു രസമാണല്ലോ. അങ്ങനെ എന്താ പറയുന്നത്, ഒരു രസമുണ്ട്, നല്ല രസമുണ്ട് ഇരുന്ന് കണ്ടുപോകാൻ. നമുക്ക് ഒരിടത്ത് പോലും ലാഗ് അടിപ്പിക്കത്തില്ല. 2 മണിക്കൂർ നമ്മളെ അത് പിടിച്ചിരുത്തി അങ്ങനെയൊക്കെ പറയാമല്ലോ. ഒരു സിനിമയെ നമ്മൾ എത്രത്തോളം നല്ലതെന്ന് പറയുമ്പോൾ ഇതെല്ലാം പറയാമല്ലോ. അപ്പം നല്ലൊരു പടം. ഇപ്പോൾ ഈ തമിഴ് പടം DNA അതേ ഒരു കൺസെപ്റ്റാണ് ഈ സിനിമ. അത് വേറെ രീതി എടുത്തേക്കുന്നതേ ഉള്ളൂ. നല്ല രസമുണ്ട്. ഇത് മസ്റ്റായിട്ടും കാണേണ്ട പടമാണ്. എൻജോയ് ചെയ്തിരുന്ന് കാണാൻ, അല്ലെങ്കിൽ സമയം പോയില്ല എന്ന് ഉറപ്പുള്ള ഒരു പടമാണ്. മസ്റ്റായിട്ടും കാണുക. അപ്പം അടുത്തൊരു സിനിമയുടെ അഭിപ്രായമായിട്ട് വരാം. ഗുഡ് ബൈ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.